Hello and welcome to another video. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് മാവനോയുടെ ഈ പറയുന്ന കണ്ടൻസർ മൈക്രോഫോണാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ AU-PM461TR എന്നാണ്. ഭയങ്കര വലിയൊരു മോഡൽ നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ മാവനോ എന്ന് പറഞ്ഞ കമ്പനി ബുദ്ധിപരമായിട്ട് അതിൻ്റെ മോഡൽ നമ്പർ ചെറുതാക്കി. ഇപ്പോൾ AU-04TR എന്ന് പറഞ്ഞ മോഡൽ പേരിലാണ് ഇതിപ്പോൾ സെല് ചെയ്യുന്നത്. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3299 ആണ്. കവർ പ്രൈസും അത് തന്നെ, ഏകദേശം സെല്ലിംഗ് പ്രൈസും അത് തന്നെ. പക്ഷേ ഈ പറയുന്ന പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യാനോ അല്ലെങ്കിൽ അത്യാവശ്യം പാട്ടൊക്കെ പാടി റെക്കോർഡ് ചെയ്യാനോ ഗെയിമിങ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അതിന് കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റാണ്. ഈ മാവനോ എന്ന് പറഞ്ഞ കമ്പനി അധികം കാലമായിട്ടുള്ള മാർക്കറ്റിൽ വന്നിട്ട്, പക്ഷേ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അല്ലാതെ ബാക്കിയുള്ള കൺട്രീസിലൊക്കെ നല്ല രീതിയിൽ ഇത് സെല്ല് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൈസ് റേഞ്ചിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയുള്ള കണ്ടൻസർ മൈക്രോഫോൺസ് കിട്ടുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇത്ര നന്നായിട്ട് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിൽ വരുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനത്തുള്ളൊരു പാക്കിങ്ങിലാണ് വരുന്നത്. ഇത് മാവനോ പോർട്ടബിൾ USB മൈക്രോഫോൺ കിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട് AU-PM461TR. വളരെ ചെറിയ മോഡൽ നമ്പറാണ്. പക്ഷേ മാവന എന്താ ഇതിൻ്റെ മോഡലിൻ്റെ പേര് മാറ്റിയിട്ട് AU-04TR എന്ന് ഭയങ്കര ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആമസോണിലുള്ള ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കും അത്രയും ചെറിയ മോഡൽ നമ്പർ തന്നെയാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് 14mm ലാർജ് മൈക്രോഫോൺ, ഹൈ സ്പീഡ് USB പ്ലഗ് ആൻഡ് പ്ലേ, കാർഡോയിഡ് പോളർ പാറ്റേൺ, പ്രൊഫഷണൽ സൗണ്ട് ചിപ്പ് സെറ്റ്, അങ്ങനെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ പ്രൈസ് എഴുതിയിരിക്കുന്നത് 3299 ആണ്. ഓൾമോസ്റ്റ് അതേ സെയിം പ്രൈസിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് തന്നെ. കാരണം ഈ കൊടുക്കുന്ന വിലക്കുള്ള പെർഫോമൻസ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കാർഡോയിഡ് ഷേപ്പിൽ എവിടെ നിന്നാണ് സൗണ്ട് പിക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കി വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇത് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് ഹാപ്പി എന്നും പറഞ്ഞൊരു കാർഡുണ്ട്. ഇതിൻ്റെ അത് ഓക്കെ, ഇത് ആമസോണിൽ നല്ല ഫീഡ്ബാക്ക് കൊടുക്കണം, ഇത് സ്കാൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. പറയുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. പിന്നെ ഇവിടെ ഫോം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ മൈക്രോഫോണിൻ്റെ ഫോം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ്. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഹൈ ക്വാളിറ്റി ആണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കൊള്ളാം. ഇത് അത്യാവശ്യം ഹെവിയാണ്, കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ മെറ്റൽ ക്വാളിറ്റി കൊണ്ട് ഫ്ലിംസി അല്ല. ആ പറയുന്ന പ്രൈസിൽ നല്ലൊരു സ്റ്റാൻഡ് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് പിടിപ്പിക്കാവുന്ന സ്റ്റാൻഡാണ്. അത് നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി USB കേബിൾ ഉണ്ട്. ഇതാണ് മൈക്കിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് USB വഴി കണക്ട് ചെയ്യേണ്ടത്. ഇത് ഡയറക്റ്റ്ലി നമുക്ക് ഫോണിൽ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ള 3.5mm ഓഡിയോ ജാക്കില്ല. ഇത് നമ്മൾ USB-യിലേക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ കേബിളിൻ്റെ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതായിരിക്കണം മൈക്ക് തന്നെ. ദിസ് ഇസ് ദ മൈക്ക് ഇറ്റ് സെൽഫ്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ ബിൽഡ് ക്വാളിറ്റി വൈസ് കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയും ഫിനിഷെല്ലാം, ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം നല്ല അടിപൊളി ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പോലെ ഉണ്ട്. പിന്നെ ഗെയിൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു നോബ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്. നമുക്ക് ഇതിനെ എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് ഓക്കെ, അപ്പോൾ ഇതിലേക്കാണ് വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പോപ്പ് ഫിൽറ്ററൊക്കെ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പോപ്പ് ഫിൽറ്റർ ഇല്ല. പക്ഷേ ഇത് മൈക്കിലേക്ക് വെച്ചിട്ട് ആ ഫോമും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം എനിക്കിനി താഴെ എൻ്റെ USB കേബിൾ കണക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. എൻ്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്താൽ, മാക്ബുക്കിലേക്ക് കണക്ട് ചെയ്താൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പ്രൈസ് റേഞ്ചിൽ കിഡ്ലൻ സംഭവമാണ്. ഐ എം കംപ്ലീറ്റ്ലി ഹാപ്പി വിത്ത് ദി പ്രോഡക്റ്റ് ക്വാളിറ്റി. പിന്നെ ഇത് വേണമെങ്കിൽ ഇതും കൂടി നമുക്കതിലേക്ക് ഇപ്പോൾ തന്നെ ഇട്ടേക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാവുന്നത് ഈ പറയുന്ന മൈക്രോഫോണിൻ്റെ റെക്കോർഡിംഗ് കേപ്പബിലിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്നുള്ളതാണ്. ഇതിപ്പോൾ വളരെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഈ ട്രൈപോഡിൽ വളരെ സിമ്പിളായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ അത്ര അധികം സോഫിസ്റ്റിക്കേറ്റഡുള്ള ബട്ടൺസോ കാര്യങ്ങളൊന്നുമില്ല. ആകെ ഒരു ഗെയിൻ എന്ന് പറഞ്ഞ ഒരു നോബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂസേജ് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ USB കേബിൾ എടുത്തിട്ട് എൻ്റെ
ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്താൽ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് റെഡി ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് ഇൻപുട്ട് ഓപ്ഷൻസിൻ്റെ അകത്ത് ഈ പറയുന്ന കണ്ടൻസർ മൈക്രോഫോൺ എന്ന് പറഞ്ഞ് ഇപ്പോൾ അപ്പിയർ ചെയ്ത് കാണുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ എന്നുള്ള അതിൻ്റെ ബിൽറ്റ് ഇൻ മൈക്രോഫോൺ വെച്ച് വോയിസ് റെക്കോർഡ് ചെയ്ത് നോക്കാം. അതുപോലെ എൻ്റെ സെൻട്രൻസ് മൈക്ക് പോർട്ടിൽ കണക്ട് ചെയ്ത ഈ മൈക്ക് വെച്ച് വോയിസ് റെക്കോർഡ് ചെയ്ത് നോക്കാം. പിന്നെ അതുകൂടാതെ മാവോനിൽ നിന്ന് ഡയറക്റ്റ്ലി റെക്കോർഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കിത് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടിരിക്കുന്നത് ഈ ക്യാമറയിൽ നിന്നുള്ള അതിൻ്റെ ബിൽറ്റ് ഇൻ മൈക്രോഫോൺ റെക്കോർഡ് ചെയ്യുന്നതാണ്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊരു വൈറ്റ് നോയ്സും ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം അതിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ചെങ്കിലും പിടിക്കാവുന്ന തരത്തിലുള്ള ഒരു മൈക്രോഫോണാണുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ മൈക്രോഫോൺ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടിരിക്കുന്നത് ഈ സെൻട്രൻസ് മൈക്ക് പോർട്ട് പ്രോ എന്ന് പറഞ്ഞ പ്രിയാമ്പിൽ കണക്ട് ചെയ്ത് ഈ മൈക്കിൽ കണക്ട് ചെയ്ത ഇതിൻ്റെ ഞാൻ ഓൾറെഡി സാധാരണ ഇതിൽ യൂസ് ചെയ്യുന്ന മൈക്രോഫോണിൻ്റെ സൗണ്ടാണ്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വോയിസ് ക്വാളിറ്റി എന്തുകൊണ്ടും ടോപ്പ് നോച്ച് ആയിരിക്കും. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിവൈസാണ്. ഇത് നമുക്ക് ഏത് മൈക്കിലേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി സൗണ്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് മാവോനോടെ ഇതിൻ്റെ അകത്ത് എങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടിരിക്കുന്നത് ഈ പറയുന്ന മാവോന എന്ന് പറഞ്ഞ കണ്ടൻസ് മൈക്കിൽ നിന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓഡിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സെൻട്രൻസ് മൈക്ക് പോർട്ട് എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആ മൈക്കിൻ്റെ ആ ക്വാളിറ്റി കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. എങ്കിലും ഒരു 3299 റുപ്പീസ് ബഡ്ജറ്റിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എൻ്റെ വോയിസ് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടും അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് പിക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഗെയിൻ കൂട്ടണമെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാവുന്ന പോലെ സൗണ്ട് കുറച്ചുകൂടി കൂടി വരുന്നുണ്ട്. ഞാൻ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിച്ചിട്ടും അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടി അധികം സൗണ്ടോടും കുറച്ചും കൂടി നന്നായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ വെക്കണമെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ട് സംസാരിക്കാം. നേരത്തെ ഉപയോഗിച്ചിരുന്ന സെൻട്രൻസ് മൈക്ക് പോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൈക്കിൻ്റെ അറ്റ്ലീസ്റ്റ് 3 or 4 ഇഞ്ചസ് അടുത്തെങ്കിലും ഞാൻ സംസാരിച്ചാൽ മാത്രമേ അത് ഹൈ ക്വാളിറ്റി ആയിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യുള്ളൂ. പക്ഷേ ഇത് ഇത്രയും ഡിസ്റ്റൻസിൽ വെച്ചിട്ടും ഇതിന് അത്യാവശ്യം നന്നായിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 3500 റുപ്പീസ് ബഡ്ജറ്റിൽ അറൗണ്ട് 3299 വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി ഈ മൈക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ വിതിൻ 24 hours റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ മൈക്കിനെ ഗോയിങ് ഫോർവേഡ് ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ കമൻസിൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടായി ചാനൽ വരുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.